പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31 ഇസ്ലാമാബാദിൽ ജുമാ നമസ്കാരത്തിനായി ഖാദിജാത്തുൽ കുബ്ര ഇമാം ബർഗയിലെ വിശ്വാസികൾ ഒത്തുകൂടിയ സമയത്താണ് പൊട്ടിത്തെറി. 100-ലേറെ പേർക്ക് പരിക്ക്. ചാവേസ് സ്ഫോടനമെന്ന് സംശയം. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ വിവരങ്ങളുമായി. ബൽറാം, വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഇതിന്റെ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടി വരുന്നു. ഭവ്യ, സമീപകാലത്ത് പാകിസ്ഥാനിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇസ്ലാമാബാദിലെ ഷിയ മസ്ജിദിൽ ഉണ്ടായത്. ഈ മസ്ജിദിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ജുമാ നമസ്കാരത്തിനായി ആളുകൾ ഒത്തുകൂടിയ സമയത്തായിരുന്നു ഈ സ്ഫോടനം. ആക്രമണത്തിന് പിന്നിൽ ചാവേർ ഭീകരൻ എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി അവിടേക്ക് അക്രമി എത്തുകയായിരുന്നു. കവാടം കടന്ന ഉടൻ ഇയാളെ സുരക്ഷാ പരിശോധന നടത്തുന്നതിനിടെ ഇയാൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ആഘാതം ഈ ഒരു സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നു. 31 പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക കണക്ക്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. 169 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനകൾ ഒന്നും തന്നെ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ സംഭവത്തിന് പിന്നിൽ TTK ആണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ ഈ അപകട സമയത്ത് അല്ലെങ്കിൽ സ്ഫോടനമുണ്ടാകുന്ന സമയത്ത് മസ്ജിദിൽ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകൾ ഇല്ല. അതോടൊപ്പം തന്നെ മരിച്ച ആളുകളെയും ഭൂരിഭാഗവും ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഭവ്യ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.